അത് തെളിയിക്കപ്പെടുന്നവരെയുള്ളൊരു സമയം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും പുതിയൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിജീവിതക്കെതിരെ മാർട്ടിൻ പ്രചരിപ്പിച്ച ഒരു വീഡിയോ ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ മാർട്ടിൻ എടുത്ത് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ അടക്കം അതിജീവിതയുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞും കൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ച എല്ലാവർക്കും എതിരെ കേസ്. അതുപോലെ മാർട്ടിനെതിരെ ഓൾറെഡി അകത്താണല്ലോ, ഇനി ഒന്നുകൂടി അകത്തിലിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വീഡിയോയിൽ മാർട്ടിൻ ഈ പറയുന്ന അതിജീവിതക്കെതിരാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിജീവിതയുടെ പേര് ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിജീവിത കേസ് കൊടുത്തിട്ടുള്ളത്, ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ നിന്ന് പേര് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബുദ്ധിപൂർവ്വം ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിജീവിതയുടെ പേര് വരാണ്ട് തന്നെയാണ്, പേര് കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വേറെ വിഷയം വരുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മളെ കൊടുക്കണമെന്ന് വിചാരിച്ചും കൊണ്ട് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കും കിട്ടും പണി. അല്ലാത്ത രീതിയിൽ എനിക്ക് ലീഗലി നോക്കുമ്പോൾ ഞാൻ അതിജീവിതയിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള പേരോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വിഷയം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് പേര് ആ പേരോട് ഉൾപ്പെടെയുള്ള വീഡിയോ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ കേസ് വരും. ഒരുപക്ഷെ എനിക്കെതിരെ വരുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ അപ്പോഴവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിജീവിതക്കെതിരാണല്ലോ മാർട്ടിൻ സംസാരിച്ചത്, അതിജീവിതയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല. ആ സ്ഥിതിക്കാണല്ലോ അതിജീവിത മാർട്ടിനെതിരെ പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി കൊടുക്കുന്നു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തത്തിൽ ടേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളൊരു പരാതിയാണ് കൊടുക്കുന്നത്. ഞാൻ അപ്പോഴൊന്നും ആലോചിക്കുകയായിരുന്നു, അതിജീവിതക്കെതിരെ ഒരുത്തം സംസാരിച്ചപ്പോൾ അവന്റെ വാ മൂടി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിജീവിതയുടെ ഫോട്ടോ അടക്കം പല ഇതിലും ഷെയർ ചെയ്തുകൊണ്ട് പലരും നമ്മുടെ മറ്റേ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി അടക്കം വന്നിരുന്നും കൊണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി, അവരടക്കം വന്നിരുന്നും കൊണ്ട് പേരും ഫോട്ടോ അടക്കം പ്രചരിപ്പിക്കുന്നു. എങ്കിൽ അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അത് കൊടുക്കാത്തതിന്റെ റീസൺ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതിജീവിതക്കെതിരെ വേറെ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നപ്പോൾ അത് താങ്ങാൻ പറ്റാണ്ട് അവർ കേസ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അങ്ങനെ കേസ് കൊടുത്തതിനെ തുടർന്ന് അതിജീവിതയ്ക്ക് കൂടുതൽ നെഗറ്റീവായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം ആ ന്യൂസ് ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. സൈബർ ആക്രമണത്തിൽ പരാതിയുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി. പേര് വെളിപ്പെടുത്തി. രണ്ടാം പ്രതി മാർട്ടിൻ പങ്കുവച്ച വീഡിയോ നീക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ ഉടൻ പോലീസ് കേസെടുക്കും. എന്തായാലും അതിജീവിതം നേരിട്ടാണ് ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ തനിക്കെതിരായി ഈ വിധിയുടെ ചുവട് പിടിച്ച് തനിക്കെതിരെ വലിയ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് അതിജീവിത ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതി. അതിജീവിതയുടെ സഹോദരനാണ് അതിജീവിതക്കായി പരാതിയുമായി എത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത്, ഇതിൽ കേസിൽ കോടതി ശിക്ഷിച്ച രണ്ടാം പ്രതി മാർട്ടിൻ, അദ്ദേഹം തന്റെ പേരടക്കം വെച്ചുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ കുടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റ് നടിമാരുടെയും സിനിമാ സംവിധായകന്റെയും അടക്കം പേരുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നത് തന്നെ KP ആക്ട് 228 പ്രകാരം തന്നെ കുറ്റകൃത്യമാണ്. അതുപോലെ IT ആക്ടിലെ വിവിധ വകുപ്പുകളുണ്ട്. BNSലെ പുതിയ ആക്ടുകൾ അടക്കമുണ്ട്. അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്, രാഹുൽ ഈശ്വർ ഏതാണ്ട് 16 ദിവസം കോടതിയിൽ കിടന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനാണ്. സമാനമായ രീതിയിലാണ് ഇവരുടെ പേരുകളും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ആളുകൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് അതിജീവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഈ 16 ലിങ്കുകൾ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഈ മാർട്ടിന്റെ വീഡിയോ പങ്കുവെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ, ഒപ്പം തന്നെ ദിലീപിന് വേണ്ടി അതിജീവിതയെ രൂക്ഷമായി വിമർശിക്കുന്നവർ, അത്തരം ആളുകളുടെ അതിലെല്ലാം തന്നെ അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ ലിങ്കുകളുണ്ട്. ആ ലിങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും പരാതി പോലീസ് അല്പസമയത്തിനകം രജിസ്റ്റർ ചെയ്യും, കേസായി രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും നമുക്കറിയാം ഏതൊക്കെ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേരെ പ്രതിപട്ടികയിൽ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഹാജരാക്കിയ ലിങ്കിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം കേസുകൾ ആരൊക്കെ വരും എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. എന്തായാലും ഈ പോരാട്ടത്തിൽ പിന്നോട്ട് പോകാനില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് അതിജീവിത നൽകുന്നത്. അതായത് വിചാരണ കോടതിയിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന അതിജീവിത വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ കണ്ടു. സർക്കാർ അപ്പീൽ പോകാനുള്ള നീക്കം അതിവേഗത്തിൽ നടത്തുന്നു. പക്ഷെ മറുഭാഗത്ത് അതിശക്തമായി ഈ വെറുതെ വിട്ട അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിജീവിതയെ മോശമാക്കാനുള്ള ശ്രമം, അതിജീവിതയെ പിന്തുണച്ചവരെ മോശമാക്കാനുള്ള ശ്രമം, ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു. അതുകൊണ്ട് അതിനെതിരെ അങ്ങനെ അടങ്ങിയിരിക്കാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് അതിജീവിതയും വ്യക്തമാക്കുക. അതുകൊണ്ടാണ് സൈബർ പരാതിയുമായി അവർ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. തനിക്ക് മാനസികമായിട്ട് അങ്ങനെ അത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകണം.
പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിജീവിത തന്നെ കോടതി വിധി വന്നതിന് ശേഷം ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിജീവിതയിലോട്ട് ആ കാര്യം ഫോക്കസ് ആവുകയാണ് അല്ലെ. താനാണ് അതിജീവിത എന്ന് താൻ തന്നെ തുറന്നു പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് ആ ഒരു വിഷയം മാറുകയാണ്. അങ്ങനത്തെ സ്ഥിതിക്ക് തന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, വാട്ട് എവർ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം കമന്റ് ബോക്സുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെയധികം രൂക്ഷ വിമർശനമാണ് വീണ്ടും അതിജീവിതയ്ക്ക് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമാണല്ലോ ലോകത്തിലെ നിയമം നിലകൊള്ളുന്നത്. ബാക്കിയുള്ളവരും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മനുഷ്യർ തന്നെ. ഇപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ അങ്ങേരുടെ മൊഴിയുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ മാർട്ടിൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കോടതി മുന്നാകെ വന്നപ്പോൾ ഇവന്മാർ രണ്ടും കള്ളന്മാരാണ്. സത്യം പറഞ്ഞ രണ്ടും കള്ളന്മാർ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും അവിടെ അതിജീവിതയെ മാറ്റി നിർത്തി ലാലിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ ഈ ലാലിന് സ്മഗ്ലിംഗ് അടക്കം പല പരിപാടികളും ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ അന്വേഷണം പോണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം അതും കൂടി ഒന്ന് അന്വേഷിക്കണം. കാരണം മാർട്ടിൻ ഈ ലാലിനെ പറ്റിയിട്ട് അത്രയും ഗുരുതര ആരോപണമാണ് വച്ചിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതല്ലേ? ലാൽ ഇവിടെ കുറ്റക്കാരനാണെന്ന് ആരും സ്ഥാപിക്കുന്നില്ല. പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് പല വീഡിയോസിലും, ഒരു വീഡിയോയിൽ മാത്രമല്ല, മാർട്ടിന്റെ പല വീഡിയോ വന്നതിലും എല്ലാത്തിലും ലാലിന്റെ കേസ് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് അന്വേഷണം ലാലിലോട്ട് പോകണ്ടേ? RC ഓണറായ ലാലിനെ എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല? ഓക്കെ, RC ഓണർ ലാലല്ല, പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള ആരാണ് RC ഓണർ? അങ്ങനെയുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ അവിടെ വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. കൃത്യമായ രീതിയിൽ നുണപരിശോധനകൾ നടത്തേണ്ടവരെ നുണപരിശോധന നടത്തിയും CBIക്ക് അന്വേഷണം കൈമാറിയും ഈ കേസ് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ ആര് നടത്തിയെന്നാണ് ഇതുവരെ തെളിയാത്തത്. കോടതി മുമ്പാകെ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ച വലിയ കരങ്ങൾ ആരുടേതാണെന്ന് തെളിഞ്ഞിട്ടില്ല. അതാണ് തെളിയിക്കേണ്ടത്. ഇനി അപ്പോൾ ആ വീഡിയോ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഉറപ്പായി. കണ്ട ആൾക്കാർ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ അതിജീവിത വന്നിട്ട് ഈ വീഡിയോ പ്രചരിപ്പിച്ച് എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുന്ന സമയത്ത് ആ മാർട്ടിൻ പറഞ്ഞ വീഡിയോ സത്യമായത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കേസ് കൊടുത്ത് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമായി ജനങ്ങളുടെ ചോദ്യം. അതാണ് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്കിന്ന് തിരിഞ്ഞു കൊത്തുവന്ന്. അതേ ഒരു സംഭവമാണ് എനിക്കിവിടെ ഇപ്പൊ കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ എന്തിനു നീക്കണം? അവൻ സത്യമാണോ പറഞ്ഞത് ഇങ്ങനെ പേടിക്കാൻ? കണ്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാണ്ട് അവൾ ഒരു കേസ് കൊടുത്തപ്പോൾ എന്ത് അന്വേഷിക്കാൻ നടക്കുന്നു, എന്തൊക്കെ കാണാനും ഈ വീഡിയോയിൽ പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാ, സത്യമല്ലെങ്കിൽ എന്തിനാ? അതെ, ഈ വീഡിയോയിൽ പറയുന്നത്, മാർട്ടിൻ പറയുന്നത് സത്യമല്ലെങ്കിൽ എന്തിനാണ് കേസ് കൊടുത്തത്, അത് തെളിയിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലായ ആൾക്കാരുടെ സംശയങ്ങൾ. ജനങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ചിന്തിക്കുന്ന തോട്ടുകളാണ് ഈ പറയുന്നത്. എല്ലാവരും ഓടിക്കോ, ലൈക്ക് അടിച്ചാലും കേസുണ്ട്. അതെ, ഇനി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയിൽ ലൈക്ക് അടിച്ചാൽ കൂടി കേസുണ്ടെന്നുള്ള രീതിയിലായ ആൾക്കാർ പറയുന്നത്. ഇവിടെ ഇപ്പം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സപ്പോർട്ടല്ല. നാളെ ദിലീപാണ് കുറ്റക്കാരനെന്ന് കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ അടങ്ങുന്ന ആൾക്കാർ ദിലീപിനെതിരെ സംസാരിക്കും. കാരണം ഇവിടെ തക്കതായി നീതി ലഭിച്ചിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. അതാണ് എനിക്കും പറയാനുള്ളത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആള് നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അയാളെ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകണം. അപ്പീൽ കൊടുത്ത് ഹൈക്കോടതി, സുപ്രീം കോടതി, എല്ലായിടത്തും പോകണം. ഇതാണ് എനിക്കും പറയാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ദിലീപിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓ, ദിലീപ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് സംസാരിക്കുന്നവരുണ്ട്. കോടതി വിധിയെ പോലും മാനിക്കാണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ദിലീപ് ആണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടട്ടെ, മറിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി കാണിച്ചു നോക്കാം. ഇതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ട. സുനിയുടെ വാക്കിൽ ദിലീപിനെ പ്രതിയാക്കിയ ടീം എന്തുകൊണ്ട് ലാലിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന്. അതെ, ഇതാണ് ആൾക്കാർ ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്കും ഡൗട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് സുനി പറഞ്ഞു ദിലീപാണ് പ്രതിയെന്ന്, ദിലീപാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയതെന്ന്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ ചോദ്യം ചെയ്ത് റിമാൻഡിലാക്കിയതുപോലെ ലാലിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ ലാലിന്റെ പേര് പല രീതിയിലും പല സ്ഥലത്തും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ലാലിനെ ചോദ്യം ചെയ്യുന്നില്ല? അങ്ങനത്തെ ഒരു സംശയം ഇവിടെ ജനങ്ങൾക്ക് വന്നു തുടങ്ങി. ആൾക്കാരെ കുറ്റം പറയില്ല. ഇപ്പം മനസ്സിലായി ആരാ കളി എന്ന്. അപ്പോ പൊള്ളി തുടങ്ങിയല്ലേ? മാർട്ടിൻ സത്യം പറഞ്ഞു, അത് ഉറപ്പാണ് എന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അതിജീവിത ലോക ഉടായ്പാണ് എന്ന് വ്യക്തമായി എന്ന് പറഞ്ഞിട്ട് അതിജീവിതയ്ക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്,
നമ്മൾ സംസാരിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തികൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ല നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തുവന്ന്. ഇത്രയും ശുഷ്കാന്തി സഹോദരി ഇട്ട പോസ്റ്റിൽ തന്നെയുണ്ട് 1-ാം പ്രതിയായിട്ട് 3 ദിവസം കണ്ട് പരിചയമുള്ളൂ എന്ന്. അതേ രീതിയിൽ നോക്കിയാൽ ബെനാർ വിടുന്ന വാഹനം എന്ന് പറഞ്ഞ് വന്നാൽ ഹണിബി ടു ലാൽ ക്രിയേഷൻ ആദ്യം റെസ്പോൺസ് ഇല്ലാതെ ആളുകളെ കമ്പനിയിൽ എടുത്ത ജംഗിളി റമ്മി കൂടെ ചോദ്യം ചെയ്യാമല്ലോ. അതെ, ലാലിനെ ചോദ്യം ചെയ്യണം. ഇതാണ് ഇപ്പൊ ജനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ. ഇങ്ങനെയാണോ ഒരാളെ സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കുന്നത്? വെറുതെ വിട്ടവനെ മോശമാക്കാൻ നീയൊക്കെ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. വെറുതെ വിട്ടവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദിലീപിനെയാണ്. ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും ആരും ജനങ്ങൾ വെറുതെ വിടുന്നില്ല. ജനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചർച്ചകളിൽ ന്യൂസ് ചർച്ചകളിൽ കയറിയെന്ന് ഭാഗ്യലക്ഷ്മി പോലുള്ളവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി കിട്ടിയില്ല എന്ന് കോടതിയെ വരെ വെല്ലുവിളിക്കുന്നു. വേടന്റെ കേസ് വന്ന സമയത്ത് ഭാഗ്യലക്ഷ്മിക്ക് വേറെ നിലപാട്, ദിലീപിന്റെ കേസ് വന്നപ്പോൾ വേറെ നിലപാട്. 2 കേസും ഒരേ ത്രാസ് അല്ല. എങ്കിലും ആ വിധി പ്രഖ്യാപിച്ച കോടതിയെ മാനിക്കുന്നു, ഈ വിധി പ്രഖ്യാപിച്ച കോടതിയെ താൻ മാനിക്കുന്നില്ല. അതുമാത്രമല്ല, ഭാഗ്യലക്ഷ്മിയുടെ ഇരട്ടത്താപ്പുകളും ഡബിൾ സ്റ്റാൻഡുകളും ഞാൻ ഇപ്പൊ തന്നെ പൊളിച്ചഴുകി തരാം. അതിലോട്ടാണ് നമ്മൾ അടുത്ത യാത്ര. അതിനു മുന്നേ അന്ന് ലാല് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ടൊന്ന് സഞ്ചരിച്ചിട്ട് വരാം. എന്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണ്, വലിപ്പത്തിന് എന്റെ അത്ര ഉണ്ടെങ്കിലും അവൻ എന്റെ അടുത്ത് വളരെ ദേഷ്യം പറഞ്ഞു, ഞാൻ എന്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്കവനുണ്ട്. ഓക്കെ, അതായത് ഭയങ്കര സ്വഭാവ സവിശേഷതയുണ്ട്. ഞാൻ എന്റെ മോനെ പോലെ നോക്കി നല്ലവനാണെന്നാണ് ഞാൻ അവനെ വിചാരിച്ചത്. സുനിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ലവനെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ഇത്രയും ചെറ്റയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാർട്ടിൻ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മകനെതിരെ ഒരു ആരോപണം വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അന്വേഷണം പോണം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അന്വേഷിച്ച് നുണപരിശോധനകളും നടത്തി CBI രംഗത്തിറങ്ങി അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും സത്യാവസ്ഥയും പുറം ലോകം അറിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർട്ടിൻ പറയുന്നതോ പൾസർ സുനി പറയുന്നതോ അതേപടി എടുത്ത് വിഴുങ്ങാൻ ഞാനും പൊട്ടണമെന്നല്ല. പക്ഷെ അവൻ ഇങ്ങനെ പറയുന്ന കേസിൽ, മാർട്ടിൻ പറയുന്ന കേസുകളിൽ അതിജീവിതയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലാലിലോട്ട് ഒരു ഫോക്കസിങ് പോകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ലാലിന്റെ കരങ്ങളാണെന്നാണ് അവൻ പറയുന്നത്. അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മുംബൈയില് മഞ്ജു വാര്യർക്ക് ഫ്ലാറ്റ് കൊടുത്തെന്ന് പറയുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന നല്ല വെടിപ്പായിട്ട് പൊളിഞ്ഞടുങ്ങും. ഈ വിഷയത്തിൽ അന്വേഷണക്കാരുടെ, അതായത് അന്വേഷിച്ച പോലീസുകാരുടെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. വീഴ്ച ഉണ്ടാക്കിയതാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ലാല് പറ. എന്റെ അടുത്തേക്കാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും, ജനങ്ങൾക്കും. ജനങ്ങളെ സംശയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. ഓക്കെ, ജനങ്ങൾ നിങ്ങളെ സംശയിക്കുന്നതിന് ചാൻസ് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് ഇപ്പൊ നിങ്ങളെയാണ്. കമന്റ് ബോക്സുകളൊക്കെ, കാരണം ജനങ്ങൾ വിട്ടികളല്ല. അവര് പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കാണുമ്പോഴും എല്ലാം കൂടിയൊക്കെ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് മാർട്ടിന്റെ ആ ഒരു വെളിപ്പെടുത്തലും എല്ലാം കൂടിയൊക്കെ കണക്ട് ചെയ്ത് വന്നപ്പോൾ ജനങ്ങൾക്ക് സംശയമായി. പ്രത്യേകിച്ച് മാർട്ടിന്റെ ആ ഒരു വെളിപ്പെടുത്തലൊക്കെ കോടതി തള്ളിയതാണ്. കോടതി വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ തള്ളിക്കളഞ്ഞു പോയ കേസുകളാണ്. പക്ഷെ അവൻ ഉടനീളം ലാലിന്റെ പേര് പറയുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. അപ്പൊ അതിലോട്ടൊരു അന്വേഷണം പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജഗ്ഗിളി റമ്പികളൊക്കെ ഒന്ന് അന്വേഷിപ്പിച്ചെടുത്ത് ഒന്ന് വെടിപ്പായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അറിയില്ല, നോക്കാം. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകില് ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകില് ആന്റോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. ഓക്കെ, ലാല് പറയുന്ന ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പൾസർ സുനി ഇതിന്റെ പുറകിലെല്ലാം ലാലാണെന്നോ അല്ലെങ്കിൽ ആന്റോ ആണെന്നോ ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തകർന്നു എന്ന് ലാല് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാല് പറഞ്ഞതുപോലെ പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞതാണെങ്കിലോ അങ്ങനെയാണ് ദിലീപിന്റെ ജീവിതം തകർന്നതെന്ന് അങ്ങനെ പറഞ്ഞൂടെ, അങ്ങനെ ചിന്തിച്ചൂടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൾസർ സുനി എന്ന് പറഞ്ഞാൽ ലോക കള്ളനാണ്. അവനെയൊക്കെ നമ്പുക എന്ന് പറയുന്നതേ ഫ്ലോപ്പാണ്. അവൻ ജയിലിലിരുന്നു കൊണ്ട് കത്ത് ദിലീപിന് എഴുതിയെന്ന് പറയുന്നത് തന്നെ ഉഡായിപ്പാണ്. ദിലീപിനെ കുടുക്കാനുള്ള നല്ല ഒന്നാം തരം കളിയാണ് അവൻ കളിച്ചത്. അവൻ വേണമെങ്കിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് സംസാരിക്കാന്നല്ല, അവൻ അത് ചെയ്തോ? ഇല്ല. പകരം കത്തെഴുതി മനഃപൂർവ്വം ദിലീപിനെ അവൻ കുടുക്കിയതാണ്. അവനറിയാം ഈ കത്ത് ജയിലിലുള്ളവർ വായിച്ചിട്ടേ പുറത്തു പോകത്തുള്ളൂ എന്ന്.
അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പരിപാടി അവിടെ കാഴ്ചവെച്ചതും മറ്റൊരാൾ എഴുതി കൊടുക്കുന്നത്, വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം. അതുകൊണ്ട് ലാല് പറഞ്ഞതുപോലെ പൾസർ സുനി ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തകരും. അങ്ങനെ തകർന്നതാണ് ദിലീപ് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അതിജീവിതയ്ക്ക് നീതി കിട്ടണം, സത്യത്തിനൊപ്പം നിൽക്കണം, ന്യായം എന്ന് പറയുന്ന കാര്യം എക്സ്പോസ് ആവണം. ഇവിടെ ദിലീപാണ് കുറ്റവാളികൾ, ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അല്ലെങ്കിൽ ആര്? ഇതാണ് എന്റെ ചോദ്യം. അന്ന് മാർട്ടിനെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് മാർട്ടിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരിക്കൽ കെണിയത്. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ലാലും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും നിരപരാധിയായി എന്നെ ഉൾപ്പെടെ പലരെയും ചതിച്ചതിന് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ വാങ്ങിച്ച ഫ്ലാറ്റ്, പിന്നെ ഒടിയൻ സിനിമയിൽ കിട്ടിയ ചാൻസ്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ പൂർണ്ണ വിശ്വാസം യഥാർത്ഥ സത്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നീതി ലഭിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടെ. അന്നു മുതലേ ലാൽ അതുപോലെ രമ്യ നമ്പീശൻ ഇവരുടെ രണ്ടുപേരുടെ പേരും പറയുന്നുണ്ട്, മഞ്ജു വാര്യർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്ത് അന്വേഷണം അങ്ങോട്ട് ബലക്കുന്നില്ല. ദിലീപ് പൾസർ സുനിയുടെ വാക്ക് എല്ലാവരും വിശ്വസിച്ചു കേട്ടോ. അവൻ പറഞ്ഞ കറക്റ്റാണ്, അവൻ പറഞ്ഞ ശരിയാണ് കേട്ടോ. ജനങ്ങളടക്കം ഈ ന്യൂസ് ചാനലുകൾ ആദ്യം മുതൽ ഇഞ്ചക്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് പറയുന്ന സാധനം ഇഞ്ചക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച്. അതുകൊണ്ടാണ് ഇപ്പോഴും കുറെ പേരിങ്ങനെ നേരം വെളുക്കാത്തതുപോലെ ചിന്തിക്കാതിരുന്ന് സംസാരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ദിലീപാണ്. പക്ഷെ എന്ത് തെളിവ് വെച്ചിട്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു കുറ്റം ചെയ്തെന്ന് വെച്ചോ, ഈ പറഞ്ഞതുപോലെ ദിലീപിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് വെച്ചോ, ഞാൻ ഇങ്ങനൊരു ആരോപണം ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ് ഞാൻ അകത്ത് പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ഊരിപ്പോവാൻ നിയമത്തിന്റെ വശത്ത് നിന്ന് എങ്ങനെയെന്ന് ആദ്യം ഞാനൊന്ന് നോക്കും. അപ്പൊ ഞാൻ പലരെയും വിളിക്കും, പലരെയും സംസാരിക്കും, പലരെടുത്ത് സംസാരിക്കും. അപ്പൊ എനിക്ക് എങ്ങനെ ഇതിന് ഊരാൻ പറ്റുമെന്ന് വരെ ഞാൻ നോക്കും. പിന്നെ എന്റെ പ്രതികരണം ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റിൽ എന്റെ വീട്ടുകാർ, കുടുംബക്കാരടക്കം എന്നെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ തളരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ഇതെല്ലാം ദിലീപും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇത്രയും വലിയൊരു ആരോപണം, ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിൽ തനിക്കെതിരെ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ ഒരു നിമിഷം പതറും. ഇല്ലെന്ന് പറയുന്നില്ല, മനുഷ്യനല്ലേ. നമ്മളെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ ദിലീപ് പതറിയത് കൊണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം, സത്യം ജയിക്കട്ടെ. എനിക്കിപ്പോഴും പറയാനുള്ളത് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അന്വേഷണം CBIയിലേക്ക് കൈമാറണം. നുണപരിശോധന സകലമായ ആൾക്കാരെ നടത്തണം, എല്ലാവരെയും നടത്തണം. ഈ ലാലിന് ഉൾപ്പെടെ നുണപരിശോധന നടത്തണം. ലാല് പറയുന്നതൊക്കെ എടുത്ത് അതുപോലെ വിഴുങ്ങാനായിട്ട് കുറെ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ നുണപരിശോധന നിർബന്ധമായിട്ട് നടത്തി അന്വേഷണം CBIയിലേക്ക് കൈമാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലാല് പറ. പിന്നെ എല്ലാവരും അതിന്റെ പുറകെ കഥകളുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതൊക്കെ തെളിയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് പിന്നീടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമുക്ക് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമായിരിക്കും. ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. കാരണം തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറ്റും. പക്ഷെ ഓക്കെ, തെളിവുകൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ കൃത്യമായിട്ട് പറ്റും. അതായത് ലാലൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസർ സുനി തന്റെ പേരെങ്ങാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതം അടക്കം തൊലയും എന്നാണ് ആദ്യം പറഞ്ഞു വെച്ച പോയിന്റ്. ഓക്കെ, ആന്റണിയുടെ പേരും തന്റെ പേരും പറഞ്ഞിട്ടാണ് ആ പോയിന്റ് ആദ്യം പറഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് പോകും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തെളിവുകൾ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം അടിച്ചു വയ്ക്കുന്നുണ്ട്. എവിടെയോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതുപോലെ ദിലീപിനും ഇതേപോലെ ഒരു ആരോപണം വന്നിട്ട് കുടുങ്ങിയതും ആയിക്കൂടെ? ഒറിജിനൽ ഗൂഢാലോചന വീരന്മാർ എവിടെ? ഇനി നാളെ ദിലീപാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദിലീപിനെ ശിക്ഷിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ചുമ്മാ നമുക്കെന്തുവാ ദിലീപിനെ ശിക്ഷിച്ചിട്ട് വല്ലതും കിട്ടാണ്ട്. ആൾക്കാർ അങ്ങനെ ചിന്തിക്കുക, ഓപ്പൺ തല തുറന്നു വെച്ച് ചിന്തിക്കുക, ബ്രെയിനിന് വർക്കിംഗ് കൊടു. അല്ലാണ്ട് ദിലീപ് നമ്മുടെ ആരെയും കുഞ്ഞമ്മയുടെ മോനോ മോളോ ഒന്നും അല്ല ദിലീപിനെ ശിക്ഷിക്കാതിരിക്കുക, ദിലീപിനെ ന്യായീകരിക്കാനും. സത്യം ജയിക്കണം. പക്ഷെ സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് കോടതി പോലും വെറുതെ വിട്ട ഒരാളെ നമ്മൾ മനഃപൂർവ്വം ഫോക്കസ് ചെയ്ത് ഇതാക്കരുത്. കുറ്റവാളിയാണ് ആണ് 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 അങ്ങനെ നമ്മൾ ഒരാളിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ അവിടെ സേഫ് ആവുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കി ലാലെണ്ണം പറ. അത് തെളിയിക്കപ്പെടുന്നവരുള്ളൊരു സമയം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും. നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ ഈ ഊഹോപോഹ കഥകള് ഉണ്ടാക്കുമ്പോൾ
അത് ഒരുപാട് പേരെ ഭീകരമായിട്ട് ബാധിക്കുന്നു എന്ന് എല്ലാവരും ഓക്കെ, ഊഹാഭോഗ കഥകളാണ് ഇറക്കിയതെങ്കിൽ, അതുപോലെ ലാല് പറഞ്ഞതുപോലെ ഊഹാഭോഗ കഥകളാണ് ദിലീപിനെതിരെ ഇറക്കിയതെങ്കിൽ അങ്ങേരുടെ ജീവിതവും തകർന്നില്ലേ? ഒന്നാലോചിക്ക്, ചിന്തിച്ചു നോക്ക്. എനിക്ക് എത്ര പറയാനുള്ള, ഊഹാഭോഗ കഥകളാണ് ഇറക്കിയതെങ്കിൽ, പൾസർ സുനി വന്ന് പറഞ്ഞത് കള്ളമാണെങ്കിൽ, ഇനി മാർട്ടിൻ നിങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ അത് കള്ളം, പൾസർ സുനി ദിലീപിനെതിരെ പറഞ്ഞപ്പോൾ അത് സത്യം. ഈ ഒരു ട്രാക്ക് പിടിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. സീരിയസ്ലി ഇതിന് ഒരു റീ ഓപ്പൺ ചെയ്തിട്ട് അന്വേഷണം ഉണ്ടാവണമെന്നും അതുകൊണ്ടാണ് പറയുന്നത്. സത്യം ജയിക്കണം, അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതുപോലെ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി മഞ്ജു വാര്യറിന്റെ മൊഴി നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലോ. ഓക്കെ, അതില് മഞ്ജു വാര്യറിന് തന്നെ ഓർമ്മയില്ല, അയ്യോ ഞാൻ മറന്നുപോയി, ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് മൊഴി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ദിലീപിനെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല, ദിലീപിനെതിരെ എന്തുകൊണ്ട് തെളിവുകളില്ല എന്ന് ഇവരുടെയൊക്കെ മൊഴികൾ തന്നെ വിഷയമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ജു വാര്യറിന്റെ മൊഴിയിൽ തന്നെ ഓർമ്മയില്ല, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മൊഴിയിലുള്ളത്. എന്തായാലും നമുക്ക് അതൊന്ന് ന്യൂസ് കേട്ടു നോക്കാം. മഞ്ജു വാര്യർ പറഞ്ഞത് എന്താണെന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കും. മഞ്ജു വാര്യരുടെ മൊഴി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പ്രോസിക്യൂഷൻ നിലനിന്നത്. കാരണം മഞ്ജു വാര്യരും ദിലീപുമായുള്ള ബന്ധം തകരാൻ കാരണക്കാരിയായത് ഇരയാക്കപ്പെട്ട നടിയാണ് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ മഞ്ജു കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയില്ല എന്ന് ഈ കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനമായി ഉള്ളത് തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധമാണ് എന്ന് മഞ്ജു വാര്യർ കോടതിയിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ മഞ്ജു കണ്ട ചില മെസ്സേജുകളാണ്. അത് കാവ്യയുമായുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായി മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നീട് ദിലീപുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, കാവ്യമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. മറ്റൊന്ന്, മഞ്ജു വാര്യരും ദിലീപുമായി ബന്ധപ്പെട്ട വിവാഹമോചന ഹർജി അത് മ്യൂച്വലായി മഞ്ജു ഇടപെട്ട് മഞ്ജുവിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ മ്യൂച്വലായി നൽകുകയായിരുന്നു എന്നുള്ള വാദം കോടതി, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കോടതി മഞ്ജുവിനോട് ചോദിച്ചു. അതിൽ കൃത്യമായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയായിരുന്നു മഞ്ജുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതായത് ഈ വിവാഹമോചനം കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധത്തെ തുടർന്നായിരുന്നു എങ്കിൽ ഈ വിഷയം മോചനവുമായി ബന്ധപ്പെട്ട കുടുംബ കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം മഞ്ജുവിന് ഉണ്ടായിരുന്നു എന്നത് കോടതിക്ക് ബോധ്യപ്പെടാൻ ഒരു കാരണമായി ഇത് മാറുകയായിരുന്നു. കാരണം മ്യൂച്വൽ പെറ്റീഷൻ നൽകിയത് മഞ്ജു ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗം അഭിഭാഷകനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കാവ്യയുമായി ബന്ധം താൻ അറിഞ്ഞപ്പോൾ താൻ കാവ്യയുടെ അമ്മയെ വിളിച്ചിരുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. കാവ്യയുടെ അമ്മ എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. കാവ്യയുടെ അമ്മ ഇക്കാര്യം തനിക്ക് അറിയാമെന്നും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകളുണ്ട് എന്നും മഞ്ജുവിനോട് വ്യക്തമാക്കിയെന്നാണ് മഞ്ജു മൊഴിയായി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, കാരണം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി കോടതി കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഈ ബന്ധത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു എന്നും ഈ നടിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് സംയുക്ത വർമ്മയ്ക്കും ഒപ്പം ഗീതു മോഹൻദാസിനും ഒപ്പം ഈ നടിയുടെ വീട്ടിലെത്തി എന്നുള്ള കാര്യവും മൊഴിയായി പറയുന്നുണ്ട്. തുടക്കത്തിൽ ഈ കാര്യം വ്യക്തമാക്കാൻ ഈ ഇരയാക്കപ്പെട്ട നടി മടിക്കുകയും വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ചെയ്തപ്പോൾ ഈ നടിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടത് എന്നും മൊഴിയായി പറയുന്നുണ്ട്. പക്ഷേ ഇതും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിംഗിൽ വ്യക്തമായി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി മൊഴിയുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും മറ്റും ചെയ്തത്. അത് വളരെ കൃത്യമായി തന്നെ കോടതി പരിഗണിക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ശേഷവും ദിലീപിന്റെ സഹോദരങ്ങളുമായി സംസാരിച്ചു, ദിലീപിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചു, തുടർന്ന് വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഒക്കെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും മഞ്ജു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലപ്പോഴും മഞ്ജു ഇതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത് ഈ തരത്തിൽ തനിക്ക് ഓർമ്മയില്ല എന്നോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന തരത്തിലൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഈ ക്രോസിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മഞ്ജുവിന്റെ മൊഴി വിശ്വാസമെടുക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായ. കേട്ടല്ലോ, മഞ്ജു വാര്യരുടെ മൊഴി വിശ്വാസീയമായിട്ട് എടുക്കാൻ കോടതി തയ്യാറായില്ല. കാരണം പലപ്പോഴും പലതും മാറി മാറി മഞ്ജു പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓർമ്മയില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഈ ഒരു സെറ്റപ്പിൽ സംസാരിച്ചെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കടേ, ഒന്നിരുന്ന് ആലോചിക്കട്ടെ പ്ലീസറേ, എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കട്ടെ. ഉള്ള കാര്യം പറയാം. ഞാൻ ഇവിടെ ദിലീപിനെ ഒളിപ്പിച്ചിട്ടൊന്നും നേദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ മനസാക്ഷി കുത്തുന്നൊന്നും സാധനമില്ലേ? 1000 അപരാധികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് നമ്മൾ പറയത്തില്ലേ? ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണോടെ, എല്ലാവരെ പോലും ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അല്ലെങ്കിലുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കും. ദിലീപ് അല്ല ഇതിന്റെ പിന്നിൽ, വേറെ ആരുടെയൊക്കെ ഗൂഢാലോചന ആണെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ അങ്ങേര് നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞ് ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ആണ് ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഞാൻ പറയുന്നത്
നമ്മൾ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നിട്ട് ഈ ഒരു കേസ് വിടാതെ CBI അന്വേഷണം വരണം, നുണപരിശോധന നടത്തണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, സത്യം ജയിക്കണം. ഈ ഒരു സെറ്റപ്പിൽ പോകാൻ നോക്ക്. അല്ലാണ്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുക. അല്ലാണ്ട് നമുക്ക് എന്ത് തെളിവാണുള്ളത്? ദിലീപാണ് ഇവിടെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തുന്നത്. എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരു തേങ്ങയില്ല. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വിളിച്ച്, ഇത് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, മറിച്ചവർ പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി പ്രേംകുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വെട്ടിപ്പായിട്ടൊന്ന് കേട്ടോ. അതേ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധിച്ച പ്രതികൾക്ക് നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന്. പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ്. ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ്, ഗൂഢാലോചനയുണ്ട്. അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ്, കൊട്ടേഷനാണ്. അപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു. എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കേട്ടോ, ഇത് കറക്റ്റ് അല്ലേ? പ്രേംകുമാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കറക്റ്റ് അല്ലേ? അദ്ദേഹം പറയുന്നത് കറക്റ്റാ. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. പക്ഷെ അത് ആര് നടത്തിയെന്നാണ് പറഞ്ഞു നടത്തത്. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഒക്കെ നടത്തി. പക്ഷെ ഇതിനെ ഉമ്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അത് ദിലീപ് ആയിക്കോട്ടെ, മഞ്ജു ആയിക്കോട്ടെ, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നാട്ടുകാരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ കുറെ പേര് പറയുന്നത് ദിലീപാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന. പുറത്ത് ദിലീപ് വന്ന സമയത്ത് ദിലീപ് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന്, തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന. എന്നാൽ ഈ ഗൂഢാലോചന ആരാണ് നടത്തിയെന്ന് കണ്ടുപിടിക്കാൻ ആരും അങ്ങോട്ട് തയ്യാറാകുന്നില്ല. നുണപരിശോധനകൾ നടത്താം, CBI അന്വേഷണം കൊണ്ടുവരാം, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ. ഇനി നമുക്ക് വേറൊരു പോസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ബബ്ബയുടെ പോസ്റ്റർ പങ്കുവച്ച മോഹൻലാലിനെ വിമർശിച്ച് ഭാഗ്യലക്ഷ്മി. അതായത് ബബ്ബയുടെ പോസ്റ്റർ ലാലേട്ടൻ പങ്കുവച്ചായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി. എന്റെ പൊന്നെ ചേച്ചി, നിങ്ങൾക്ക് നിലപാടുണ്ടാവും. രാമലീല എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ക്യാരക്ടറിന് ഡബ് ചെയ്ത ആളാണ് ഈ ഭാഗ്യലക്ഷ്മി. ഈ കേസിനൊക്കെ ശേഷമാണല്ലോ രാമലീല ഇറങ്ങിയത്. 85 ദിവസത്തിന് പുറത്ത് ജയിലിൽ കിടന്നിട്ടാണല്ലോ ദിലീപ് വന്നത്. അന്ന് ദിലീപ് നടനായിട്ടുള്ള ആ സിനിമയിൽ ദിലീപിന്റെ അമ്മ ക്യാരക്ടറിന് സൗണ്ട് നൽകിയ വ്യക്തിയാണ് ഈ ഭാഗ്യലക്ഷ്മി. അവരാണ് വന്നിരുന്ന് ഇന്ന് മോഹൻലാൽ അഭിനയിക്കുന്നു, ദിലീപിന്റെ കൂടെ ബബ്ബയില് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് മോഹൻലാൽ ആ പോസ്റ്റർ ഷെയർ ചെയ്തതുകൊണ്ട് വിമർശിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും നിങ്ങൾ ആ രാമലീലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കണ്ട. അത് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ TV-യിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ടൊന്ന് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അന്ന് അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാണ് അവിടെ പോയിരുന്നുണ്ട് ഈ സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം അതൊക്കെ മോശമാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ലല്ലോ. കേട്ടല്ലോ, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല. ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ, അതിലോട്ട് ഞാൻ വരാം. അതിനു മുന്നേ ഭാഗ്യലക്ഷ്മി രാമലീലയില് ദിലീപിന്റെ അമ്മ ക്യാരക്ടറിന് ഡബിങ്ങും ചെയ്തിട്ടാണ്, പൈസയും എണ്ണി വാങ്ങിയിട്ടാണ് ആ സിനിമ കാണരുതെന്ന് പറഞ്ഞ് കുറ്റം പറയുന്നത്. ഇന്ന് മോഹൻലാല് അഭിനയിച്ചു, ദിലീപിന്റെ കൂടെ അഭിനയിച്ചു. മോഹൻലാല് താൻ അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തു. അതിനെ ഉടനെ വിമർശിക്കുകയാണ്. പക്ഷെ എന്റെ പൊന്നടാവേ, ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ വിമർശിക്കുന്നു. പക്ഷെ നിങ്ങൾ തന്നെ ഡബ് ചെയ്തു, നിങ്ങൾ അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ സിനിമയെ വിമർശിക്കുന്നു. അത് പോട്ട്. ഇനി സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രം അന്നമല്ല. ഒരു സിനിമ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അത് നിങ്ങൾക്കും അറിയാം. പിന്നെ ന്യൂസ് ചർച്ചയിലൊക്കെ കയറി ഇരുന്നുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടും അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വലിയ വായ്ത്താളം അടിക്കുന്നുണ്ട്. ന്യൂസിലൊക്കെ ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പൈസ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും അല്ലേ, അറിയില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റീച്ചിനും പൈസയ്ക്കും ഫെയിമിനും വേണ്ടിയിട്ട് വായ്ത്തോന്ന് വിളിച്ച് പറയുന്നുണ്ട്. മോഹൻലാലിനെ വിമർശിക്കുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങൾ സ്റ്റാൻഡില്ലാത്ത ആളാണെന്ന് ഇവിടെ തന്നെ എക്സ്പോസ് ആയിരിക്കുകയാണ്. അതുപോലെ ഞാൻ വേറൊരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം. ഭാഗ്യലക്ഷ്മിക്കെതിരെ മോശം കമന്റുമായി നടൻ ബൈജു സന്തോഷ്. മോഹൻലാൽ പോസ്റ്റർ ഷെയർ ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി. അപ്പൊ പിന്നെ നമ്മുടെ ബൈജു ചേട്ടൻ എന്ത് ചെയ്തു? ഒരു കമന്റിലൂടെ റിപ്ലൈ കൊടുത്ത് ഞാനൊന്ന് വായിക്കാം.
പോസ്റ്റർ അല്ലാതെ പിന്നെ ആന്റിയുടെ പടം ഷെയർ ചെയ്യണോ എന്നായിരിക്കും അല്ലേ? ആന്റിയുടെ പടം ഒന്നായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്ററിന് നമ്മുടെ ബൈജു ചേട്ടൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കാണാൻ പോകുന്നതെന്ന് അറിയില്ല. ബൈജു ചേട്ടനെതിരെയായിരിക്കും അടുത്ത കേസ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിലപാടുകളില്ലാതെ വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ റീച്ചിന് വേണ്ടി പ്രസംഗിക്കുന്നവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് നടിയുടെ ഫോട്ടോ, പേര്, കാര്യങ്ങൾ. ആ സ്ഥിതിക്ക് ഇവർക്കെതിരെയും എടുക്കണ്ടേ? ഈ പറയുന്ന അതിജീവിതയിലോട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം അവർ വേരടക്കം ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചെങ്കിൽ അവർക്കെതിരെയും എടുക്കണ്ടേ നടപടി എന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം.